Hi all, I am Riyaz from SKYWHEELZ MOTOHUB. വാഹന പ്രേമികൾ ഒരുപാട് കാത്തിരുന്ന ഒരു വാഹനമാണ് XUV 700 എന്നുള്ളത്. ഇന്ന് നമ്മുടെ വാഹന വിശേഷങ്ങളിൽ ഇറങ്ങിയ 700 തന്നെയാണ് നമ്മുടെ അതിഥി. ഇന്ന് നമുക്ക് ഈ വാഹനം ഡീറ്റെയിലിംഗ് വർക്ക് സെറാമിക് കോട്ടിംഗ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഷോറൂമിൽ എത്തിയിട്ടുള്ളത്. ഒപ്പം നമുക്ക് ഈ വാഹനത്തെ ഒന്ന് നല്ല രീതിയിൽ പരിചയപ്പെടാം. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ ഫീച്ചേഴ്സും ആഡ്-ഓൺസ് ആണ് മഹീന്ദ്ര ഈ സെഗ്മെന്റിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് അതിന് ശേഷം ഒന്ന് കൂടുതലായിട്ടിടാം. നമ്മൾ കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ഡിസൈൻ പാറ്റേണാണ് XUV 700 മാറ്റം വരുത്തിയിട്ടുള്ളത്. പിന്നെ ലോഗോ തന്നെ XUV മോഡലിലാണ് ലോഗോ തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ ഏത് വാഹനമാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ തന്നെ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ്. അതുപോലെ ഗ്രില്ലുകളെല്ലാം വളരെ അട്രാക്റ്റീവായ ഡിസൈൻസിൽ ലൈറ്റ് കൊടുത്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ ഹെഡ് ലൈറ്റിനകത്ത് DRL കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഒരു ഫോഗ് ലാമ്പ് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഡിസൈനിൽ തന്നെ ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട്. XUV 500 താരതമ്യം ചെയ്യുകയാണെങ്കിൽ വലിയൊരു മാറ്റം തന്നെയുണ്ട്. കാരണം ഇതിൻ്റെ പ്ലാറ്റ്ഫോം തന്നെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാൻ കഴിയുന്നത് നിലവിൽ ഇനി വരാനിരിക്കുന്ന XUV മോഡലെല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് അവർ വ്യത്യസ്തമായ മോഡൽ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതോടൊപ്പം ഇതിൻ്റെ നീളം XUV 500 ഒരല്പം കൂടുതലുണ്ട്, മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയർ കൂടുതൽ വന്നിട്ടുണ്ട്. ഇതിലാണ് ഫ്രണ്ട് ഭാഗത്ത് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസിൽ അട്രാക്റ്റീവായിട്ടുള്ള വലുതോടു കൂടി തന്നെയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റേജിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മിറേഴ്സിൽ ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ നിന്ന് വരുന്ന ക്ലാഡിങ്, അത് ഫ്രണ്ടിൽ നിന്ന് ബാക്ക് വരെ ഉള്ളൊരു ക്ലാഡിങ് സിസ്റ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ലൊരു പ്രൊഫഷണൽ ഡിസൈൻ തന്നെയാണ് മാറ്റം വരുത്തിയിരുന്നത്. അതുപോലെ ഈ വാഹനത്തിൽ കാണുന്ന ഒരു അലോയ്, അതും വ്യത്യസ്തമായ ഒരു ഡിസൈനിൽ തന്നെയാണ് അലോയ് ഒരു ബ്ലാക്ക് ഡിസൈനോട് കൂടി കൊണ്ടുവന്നിട്ടുള്ളത്. സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ XUV 500 പോലെ തന്നെ അത്യാവശ്യം നല്ല ബൾജിങ്ങും എല്ലാം ഉള്ള ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായ ഒരു ആകർഷണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് ആണ്. മോട്ടോർ വാഹനങ്ങളിൽ യൂറോപ്യൻ വാഹനം കണ്ടുവരുന്ന പോലെ പ്രസിംഗ് ഡോർ സിസ്റ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതും ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്തരം വാഹനങ്ങളിലൂടെ അട്രാക്റ്റീവായ ഡിസൈൻസ് കൊണ്ടുവന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് കൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ള ഡിസൈൻസിൽ അതുപോലെ സ്പെക്കിലും വലിയ മാറ്റം തന്നെയാണ് മഹീന്ദ്ര പോലെയുള്ള വാഹന നിർമ്മാതാക്കൾ കൊണ്ടുവരുന്നത്. ടൈലൈറ്റും നല്ല പിൻവശത്തോട് വന്നു കഴിഞ്ഞാൽ ടൈലൈറ്റ്സും വ്യത്യസ്തമായ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ലൊരു LED ലൈറ്റിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ബാക്ക് ഡിസൈൻസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ മുകളിൽ ഷാർപ്പിൻ്റെ ആൻറ്റിനാസ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പ്രവേശനം നോക്കുകയാണെങ്കിൽ ഒരു XUV പ്രീമിയം ലുക്കിലൂടെ തീർച്ചയായിട്ടും ഈ സെഗ്മെന്റ് വാഹനങ്ങൾ വ്യത്യസ്ത ഡിസൈനിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഏറ്റവും ഫുള്ളോട് വണ്ടിയല്ല നമ്മൾ കാണിക്കുന്ന വണ്ടി. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ലക്ഷറി സെഗ്മെന്റ് തൊട്ട് താഴെയുള്ള മോഡൽ തന്നെയാണ്. വളരെ ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ പാറ്റേൺ ആണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. വളരെ രസകരമായ ഒരു ഇന്റീരിയർ കൺസെപ്റ്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം കളർ ടോണിലും എല്ലാം വളരെ വ്യത്യസ്തത ഉണ്ട്. മറ്റുള്ള മഹീന്ദ്രയുടെ പഴയ സെഗ്മെന്റ് അപേക്ഷിച്ച് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രധാനമായും ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം തന്നെ അത് വലിയൊരു സ്ക്രീനായിട്ടാണ് ഏകദേശം 10 ഇഞ്ചോളം സ്പേസുള്ള സ്ക്രീൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം എല്ലാ അവൈലബിൾ ആയിട്ടുള്ള പ്രൊവിഷൻസും വോയിസ് കമാൻഡ്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്,
വളരെ ഭംഗിയുള്ള ഒരു പുഷ് സ്റ്റാർട്ട് ബട്ടൺ തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ ഓപ്ഷനിലോട്ട് വരികയാണെങ്കിൽ ഇതിലൊക്കെ ഒരുപാട് ആപ്സ് വരെ ഈ മഹീന്ദ്ര സ്റ്റീരിയോൻ്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മീറ്ററിലോട്ട് ടാക്കോമീറ്ററിലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ സ്പീഡ്, കംഫർട്ട് കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആക്കുന്ന ഒരുപാട് വ്യത്യസ്തങ്ങളായ ഫീച്ചേഴ്സ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗിയർ കൺസോളിനകത്തും വ്യത്യസ്തങ്ങളായ ഒരു വലിയ കൺസോൾ തന്നെ കൊടുത്തിട്ടുള്ളത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ആം റെസ്റ്റും ഒരു സ്പേസേജും സ്റ്റോറേജും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡോർ പാൻ ലോഡ്സ് വന്നു കഴിഞ്ഞാൽ അതും വ്യത്യസ്തമായ മുമ്പ് കാണാത്ത രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് പവർ വിൻഡോ സ്വിച്ചസിലെല്ലാം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വ്യത്യസ്തമായ ഒരു രൂപകൽപ്പന തന്നെയാണ് ഈ സെഗ്മെന്റിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാൻ കഴിയുന്ന ഇനി വരുന്ന സെഗ്മെന്റുകളിലും ഇപ്പോൾ താറ് തൊട്ടിട്ട് ഇനി അങ്ങോട്ട് വരുന്ന പല സെഗ്മെന്റിലും വ്യത്യസ്തങ്ങളായ ടെക്നോളജീസ്, അതായത് ആഡ് ഓൺസുകൾ തന്നെയാണ്. പ്രധാനമായും ഇന്ത്യൻ മാർക്കറ്റിൽ കളിക്കുന്ന കിയ, MG പോലെയുള്ള വാഹനങ്ങൾ വെല്ലുന്ന രീതിയിലുള്ള ആ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ് മഹീന്ദ്ര തീർച്ചയായിട്ടും ഈ സെഗ്മെന്റിലോട്ട് ഇറങ്ങി വന്നിട്ടുള്ളത്. വളരെയധികം സീറ്റ് കംഫർട്ട് ഉണ്ട്, വളരെ കുഷനിങ് ആണ്, ബക്കറ്റ് സീറ്റ് വളരെ തൈ സപ്പോർട്ടും എല്ലാം നമുക്ക് നല്ല രീതിയിൽ നൽകുന്നുണ്ട്. അതോടൊപ്പം പ്രധാന ഒരു ആകർഷണം എന്ന് പറയുന്നത് ഇതിൻ്റെ സെക്കൻഡ് റോയുടെ ഒരു സ്പേസ് ആണ്. വളരെയധികം ലെഗ് സ്പേസ് നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മോൾഡിങ് സീറ്റിങ്ങുള്ള ഒരു കട്ടിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സീറ്റിംഗ് കംഫർട്ട് വളരെ ഭംഗിയായി തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സൺറൂഫ്, അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള സൺറൂഫ്, അതും ഈ സെഗ്മെന്റിൽ കൊണ്ടുവന്ന ഒരു വലിയൊരു മാറ്റം തന്നെയാണ്. അങ്ങനെ വാഹനം ഇത്രയും വില കൊടുത്തു മേടിക്കുന്ന വാഹനത്തിൽ നൽകാവുന്ന ഏറ്റവും മികച്ച ഒരു സ്പെക്ക് തന്നെയാണ് ഇത്. അത്തരത്തിൽ ഒരു ഇനി വരുന്ന പ്ലാറ്റ്ഫോമിനകത്തും സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇന്ന് ഈ വാഹനം നമുക്കിവിടെ എത്തിച്ചിട്ടുള്ളത് നമ്മുടെ കസ്റ്റമറായ സിജുവേട്ടനാണ്. സെറാമിക് കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ, സെറാമിക് കോട്ടിങ്ങിന് ചെയ്തതിന് ശേഷമുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇവർക്ക് മാക്സിമം സേഫ്റ്റിയും കംഫർട്ടും നൽകുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഫീച്ചേഴ്സ് സീറ്റിനകത്തുണ്ട്. സീറ്റ് കുഷ്യൻസ് കൂട്ടാനും കുറയ്ക്കാനും, അതുപോലെ തന്നെ നമ്മൾ വാഹനം ഓഫ് ചെയ്ത് വാഹനം നമ്മൾ ഡോർ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതും സീറ്റ് സ്ലൈഡ് ചെയ്ത് പോകുന്നത് കാണാം. അപ്പോൾ ഞാൻ സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീച്ചർ തന്നെയാണ്. നമുക്ക് ഏറ്റവും ലെഗ് സ്പേസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ലഭിക്കുന്ന ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കൈയൊന്നും ഒരിക്കലും നമ്മുടെ സ്റ്റിയറിംഗിൽ തട്ടുന്ന വിഷയമാണെന്നും നമുക്ക് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇതേപോലെ സീറ്റ് ബാക്കിലോട്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റും. നല്ല വ്യത്യസ്തങ്ങളായ ഒരുപാട് കോമ്പോസാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ആകർഷണം നമ്മൾ പറഞ്ഞു, വളരെയധികം ലെഗ് സ്പേസ് ഉണ്ട്. മിഡിൽ റോ എന്ന് പറയുന്നത് തന്നെ വളരെ വിശാലമായി കാലൊക്കെ നീട്ടിയിരിക്കാൻ പറ്റുന്ന ഓപ്ഷനാണ്. മാത്രമല്ല നമുക്ക് ഈ സീറ്റ് വളരെ ഭംഗി ഫോൾഡ് ചെയ്ത് ഇടാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്ക് സീറ്റിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ബൂട്ട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ കാണുന്ന മാറ്റ് കമ്പനി കൊടുത്തിട്ടുള്ളതല്ല, ഇത് കസ്റ്റമർ വാഹനം എടുത്ത ദിവസം തന്നെ വന്ന് നമ്മളെ നിന്ന് ഇട്ട് പോയ ഒരു 70 മാറ്റാണ്. നമുക്ക് വിനൽ മാറ്റ് അടിക്കുന്നതിന് പകരം വളരെ ഫുൾ ഫിക്സിംഗ് ആയിട്ട്, അതായത് ഫുൾ സ്റ്റിക്കായിട്ട് ഒരു മണ്ണും പൊടിയും ഒന്നും പുറത്ത് പോകാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന 70 മാറ്റാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ സെറാമിക്കാണ്. ആ സെറാമിക്കിൻ്റെ ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയാം. അപ്പോൾ നമ്മളിതിൻ്റെ സെറാമിക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം പുതിയ വാഹനമായ പോലും അല്പം സ്വല്പം പെയിൻറ്റ് ഡിഫക്ട്സ് ഉണ്ടായിരിക്കാം. മാനുഫാക്ചറർ ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ ഡിഫക്ട്സ് ഉണ്ടായിരിക്കും. അത് നമ്മളിപ്പോൾ കോമ്പൗണ്ടിങ് കഴിഞ്ഞ് പോളിഷ് ചെയ്ത് വെർജിൻ ക്ലിയർ ആക്കിയിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ സെറാമിക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ചെയ്യുന്നത് UK ബേസ്ഡ് പ്രൊഡക്റ്റായ സൂപ്പർ ഗാർഡിൻ്റെ ബയോണിക് ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സെറാമിക് കോട്ടിംഗ് ആണ്. 3 ഇയർ വാറന്റിയോട് കൂടിയുള്ള കോട്ടിങ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ കോട്ടിങ്സിലേക്ക് പോകാം.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ 3 ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സെറാമിക് കോട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കസ്റ്റമർ സിജോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. സിജോട്ടിന്റെ അഭിപ്രായം നമുക്ക് എന്താ ചോദിക്കും? എങ്ങനെയുണ്ട് വണ്ടി കണ്ടിട്ടുണ്ട്? വണ്ടി അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ആദ്യം അങ്ങനെ സെറാമിക് കോട്ടിങ് സംഭവം കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടൊരു വണ്ടിയിൽ ചെയ്യിക്കുന്നത് സംഭവം നല്ല ഗ്ലേസിങ് കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. എന്താണ് സെറാമിക് കോട്ടിങ്ങിനെ കുറിച്ച് കൂടുതൽ റിയാസാണ് എന്നോട് പറഞ്ഞത്. ഞാൻ സെറാമിക് കോട്ടിങ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. റിയാസിന്റെ ഒരു അഭിപ്രായം കാരണം കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ സെറാമിക് കോട്ടിങ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സംഭവം ഗംഭീരമായിട്ടുണ്ട്. നമ്മളെന്തായാലും ഈ പറഞ്ഞ പോലെ 3 year ചെയ്തിട്ടുള്ളത്. ഓരോ 6 months നമ്മൾ റീ സർവീസ് ചെയ്യുമ്പോൾ വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ആയിരിക്കും. പിന്നെ നമ്മൾ 3 year വാറണ്ടി ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്റീരിയർ കൂടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓരോ 6 months വരുമ്പോൾ അപ്പോൾ ടോട്ടലി നമ്മുടെ വണ്ടി 6 month ഡ്യൂറേഷനിൽ ഫുൾ ടൈം വണ്ടി കൂടിയിട്ട് അതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ആ ഒരു ലുക്കേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഹാമ്പർ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യാണ്. ചെറിയൊരു ഹാമ്പർ, ഇത് ക്ലീനിങ് ബോക്സും ആണ്. അപ്പോൾ വണ്ടി ഉപയോഗിക്കുമ്പോൾ അറിയാം ഡീസൽ വാഷാണ് അപ്പോൾ നമ്മൾ ഇന്നലെ വണ്ടിയെ മൊത്തത്തിലൊന്ന് ഒരു ചെറിയ റിവ്യൂ നടത്തി. എങ്ങനെയുണ്ട് XUV 500 700 നമ്മളൊരു വ്യത്യാസം എന്താ തോന്നുന്നത്? 500 ഞാൻ പണ്ട് മുതലേ 500 കാണുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക ലുക്കായിരുന്നു. 500 ഒരു ഗിസ്മോ ലുക്ക്. നമ്മൾ ശരിക്കും ഒരു കോക്പിറ്റ് ഫ്ലൈറ്റ് ഒക്കെ കണ്ടില്ലേ, നിറച്ച് അവിടെ ഇവിടെ ലൈറ്റ്, നമുക്ക് പ്രത്യേക ഒരു അട്രാക്ഷൻ വണ്ടിയായിരുന്നു. അപ്പോൾ അന്ന് മുതലേ എൻ്റെ ഒരു ആക്കുണ്ടായിരുന്നു. അന്ന് ഇന്നോവ ആയിരുന്നു കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ XUV 700 ഇറങ്ങിയപ്പോൾ അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും കേട്ടപ്പോൾ വീട്ടിൽ അങ്ങനെ കൺസൾട്ട് ചെയ്തിട്ട് 700 എടുക്കാം. 2011 ഏപ്രിലാണ് എടുത്തുന്ന സംശയം. ഇത് പെട്രോൾ ആണ്, അത് ഡീസലാണ്. കുറെ ആൾക്കാർ പറഞ്ഞു എന്നാൽ ഇന്നോവ കൊടുക്കണേന്ന്. സത്യം പറയുമ്പോ എന്റെ കാഴ്ചപ്പാടില് ഇന്നോവ നല്ല വണ്ടിയാണ്. ഞാൻ വണ്ടീനെ ഞാൻ യാതൊരു കുറ്റം പറയുന്നില്ല. എനിക്ക് ആ ഇന്നോവ നമ്മള് ഒരു ഫീച്ചർലെസ് വണ്ടിയാണ്. ഫീച്ചേഴ്സ് ഇല്ല, ഒന്നുമില്ല. ഇതില് നമുക്ക് എന്താ വെച്ചാൽ നമ്മളെല്ലാം കാണും. ഒരു വോ ഫാക്ടർ നമ്മളൊരു വലിയ ഒരു 50 ലക്ഷം 60 ലക്ഷം കൊടുത്ത ഒരു വണ്ടി നമ്മൾ എടുക്കുകയാണ്. സെയിം ഫീലിംഗ്. ഒരു ടോട്ടൽ റിവ്യൂ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് കിയ MG പോലുള്ള വാഹനങ്ങൾ ഈ ഇതുപോലെ ആഡ് ഓൺസ് വന്നപ്പോഴാണ് മഹീന്ദ്രയ്ക്കും വന്നിട്ടുള്ളത്. എനിക്കും താറ് വളരെ ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. ഞാൻ വീട്ടിൽ നിന്ന് സംസാരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ വേണ്ട മോനെ ഇപ്പൊ തന്നെ ഇത് മതി. എനിക്ക് താറ് വളരെ ഇഷ്ടപ്പെട്ട വണ്ടിയാ. 4 മീറ്ററിന്റെ താഴെയുള്ള വണ്ടി കാണുമ്പോ ഒരു ഗംഭീര ലുക്കുള്ള വണ്ടിയാണ് താറ്. എന്തായാലും ഇപ്പൊ ഒരു SUV ടൈപ്പ് വണ്ടി ഉണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് പൊതുവെ ഓട്ടം കുറവായി കാരണം കൊണ്ടാണ് ഇപ്പൊ പെട്രോളിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തത്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു എന്റെ ഇന്നോവ ആയിരുന്നു. ഇപ്പൊ ഇന്നോവ 2011 തൊട്ടിട്ട് ഇതുവരെ ലാസ്റ്റ് ഡിസംബർ വരെ വണ്ടി ഓടി വരും 59,000 ഒരു റിച്ച് ലുക്കിലേക്ക് മാറിയാണ് നമ്മുടെ ഇന്നോവയിലേക്ക് വരുമ്പോൾ കുറച്ച് അപ്ഗ്രേഡ് ചെയ്തു. അപ്ഗ്രേഡേഷൻ നമ്മുടെ ഫിനാൻഷ്യലി ഒരു റിച്ച് ആയി റിച്ചിന്റെ അല്ല. നമുക്ക് എന്താ വെച്ചാൽ മെയിൻ ആയിട്ട് ഈ വണ്ടി എടുക്കുമ്പോൾ ഞാൻ മെയിനായി നോക്കിയത് നമ്മള് സൺറൂഫ് ആണ്. സ്കൈ റൂഫ് മഹീന്ദ്ര പറയുന്ന പേരാണ് സ്കൈ റൂഫ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒരു വൈഫിന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സാധനം സ്കൈ റൂഫ് സൺറൂഫിലൊരു വണ്ടി വേണം എന്നൊരു അവളുടെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ മൊത്തത്തിൽ നമ്മള് സെറ്റായി വന്നു മാത്രം. ഈ വണ്ടി എടുത്തോടുകൂടി വളരെ ഹാപ്പിയാണ്. ഇതില് എങ്ങനെ മൈലേജ് കുറവാന്ന് എനിക്ക് മുന്നേ അറിയണ കേസാണ്. സോ ഐ എം നോട്ട് ഷോക്ക്. അല്ല ഞാൻ അതിന് ഷോക്ക്ഡ് അല്ല. എന്താ കാരണം നമുക്ക് അറിയുന്ന കേസാണ്. കുറെ യൂട്യൂബ് വീഡിയോസിലും കാര്യങ്ങളെല്ലാം കണ്ടാണ് 8 to 8 ഒരു ആവറേജ് മൈലേജ് നമുക്ക് കിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഹോട്ടലാത്ത കാരണം 80 നമ്മൾ കൊടുക്കുന്ന നമ്മുടെ മുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. പവർ ഉണ്ട്. ശരിക്കും നമ്മളിങ്ങനെ കാലിന് കൊടുക്കുമ്പോൾ വണ്ടി നമ്മളിങ്ങനെ പിന്നോട്ട് കൊണ്ടുപോകുന്നു. അത്രയ്ക്ക് പവറിന്റെ വണ്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും XUV 700 എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു കാര്യങ്ങളാണ്. അപ്പോൾ സിജോട്ടൻ ഈ വണ്ടി കഴിഞ്ഞിട്ട് നമ്മളത് i20 ആണ് ഒന്ന് സൗണ്ട് അപ്ഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്. കമ്പോണന്റ് സ്പീക്കേഴ്സ് വെക്കാനുള്ള ഒരു ആഗ്രഹമാണ് സിജോട്ടൻ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഈ മാസമൊക്കെ ആയിട്ട് നമുക്കത് നല്ല ഉഷാറായിട്ട് ചെയ്യാൻ ഡാറ്റൊക്കെ ചെയ്തിട്ട് നമുക്ക്. അപ്പോൾ ഓവറോൾ സിജോട്ടൻ ഈ വാഹനത്തിൽ വളരെ കംഫർട്ടാണ്. 3 year 5 year വാറന്റി എടുത്തിട്ടുണ്ട്. 3 year plus 2 year വാറന്റി എടുത്തിട്ടുണ്ട്. പിന്നെ 1 lakh kilometers കമ്പനി വാറന്റി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗം സേഫ് ചെയ്തിട്ടാണ് വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. See you on next video.